ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദൈവസ്നേഹത്തിൽ കഴിയുന്ന എല്ലാ ദൈവമക്കൾക്കും നല്ലൊരു കാലം, നല്ലൊരു ദിവസങ്ങൾ നേരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോ ഇറക്കാനായിട്ട് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ തോന്നി. അതായത് ഞാൻ ഇനി ഇറക്കാൻ പോകുന്ന വീഡിയോസ്, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് വേണം ചെയ്യുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്നിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ വിഷയം ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലോ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് പറയുകയോ ചെയ്യാം. അങ്ങനെ ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരിക്കലും പുറമേ കണ്ടുകൊണ്ട് വിധിക്കരുത് എന്നെനിക്ക് പറയാൻ ആഗ്രഹം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേ നിന്ന് കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുക. നിങ്ങളോടിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വരുന്നു. ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമാണ് ഇവനിത് സംഭവിക്കുന്നത് എന്ന് ഒരു രോഗിയെ നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, ദൈവത്തിന് ഇവനിൽ മഹത്വം, അതായത് ദൈവം ഇവനിലൂടെ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇവന് ഇങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇവനിങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവിക പദ്ധതി എന്താണെന്ന് ഗ്രഹിക്കാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണ്, അല്ലെങ്കിൽ മനക്കണ്ണ്, അല്ലെങ്കിൽ മനസ്സ് തുറക്കേണ്ടതായിട്ടുണ്ട്. അതിന് സഹായിക്കുന്ന വീഡിയോകളായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ദൈവം എന്നെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി. ദൈവത്തിന് സ്തുതി.